വെൽക്കം ബാക്ക്. നമ്മുടെ SVD റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താണ് SVD, സിംഗുലാർ വാല്യൂ ഡികമ്പോസിഷൻ, എങ്ങനെയാണ് മാട്രിക്സ് ഫാക്ടറൈസേഷൻ ചെയ്ത് ഡികമ്പോസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി നോക്കി. അത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഡാറ്റാ സയൻസിലും മെഷീൻ ലേണിങ്ങിനും വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാറ്റാ സയൻസിലെ മെയിൻലി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കില് ഏരിയയിൽ എങ്ങനെയാണ് SVD ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. SVD, എ കീ ടെക്നിക് ഇൻ ഡാറ്റാ സയൻസ് ഫോർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. നമുക്ക് ആദ്യം തന്നെ സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ മാട്രിക്സ് ഫാക്ടറൈസേഷൻ ഇൻ ലീനിയർ ആൾജിബ്ര. അത് നമ്മൾ ഡാറ്റാ സയൻസിനും മെഷീൻ ലേണിങ്ങിനും സിഗ്നൽ പ്രോസസ്സിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് വീഡിയോയിലുണ്ട്, ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഗോ ടു ദാറ്റ് വീഡിയോ ഫസ്റ്റ്, ദെൻ ഓൺലി കം ടു ഹിയർ. അപ്പൊ എന്താണ് SVD ചെയ്യുന്നത്? നമ്മുടെ കയ്യിലൊരു മാട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കൂ, M/n മാട്രിക്സ്. ദ നമ്പർ ഓഫ് റോസസ് M, നമ്പർ ഓഫ് കോളംസ് n. അങ്ങനെയാണെങ്കിൽ ആ എനെ നമ്മൾ മൂന്ന് കമ്പോണന്റ് ആയിട്ട് മൂന്ന് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് U, സെക്കൻഡ് വൺ ഇസ് സിഗ്മ, തേർഡ് വൺ ഇസ് V ട്രാൻസ്പോസ്. U എന്ന് പറഞ്ഞാൽ M/m ലെഫ്റ്റ് സിംഗുലാർ വെക്ടേഴ്സ് ആണ്, അഥവാ എത്രയാണോ നമ്പർ ഓഫ് റോസ് അതിന്റെ ബേസിൽ. ഇഫ് M ഈക്വൽ ടു 3 ഹിയർ ദ 3/3 മാട്രിക്സ് ഇസ് U. U ഇസ് എ 3/3 മാട്രിക്സ്. ഇനി സിഗ്മ നമ്മുടെ n 2 ആണെന്ന് വിചാരിക്കൂ, അഥവാ നമ്പർ ഓഫ് കോളം ഓഫ് A ഇസ് 2 ആണെങ്കിൽ നമ്മുടെ സിഗ്മ എന്തായിരിക്കും? സെയിം ആസ് അവർ ഒറിജിനൽ മാട്രിക്സ് M/n. M/n ആയിരിക്കും നമ്മുടെ സിഗ്മ, ദാറ്റ് ഈസ് അവർ ഡയഗണൽ മാട്രിക്സ് വിത്ത് സിംഗുലർ വാല്യൂസ്. അത് ഓർഡർഡ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആയിരിക്കും നമ്മുടെ സിംഗുലർ വാല്യൂസ്. നമ്മൾ ആ ഡയഗണലി അത് അറേഞ്ച് ചെയ്യാം. Then BT is V transpose. It is the n/n matrix. n/n എന്ന് പറഞ്ഞാൽ കോളം നമ്പർ ആണ് n. സോ 2/2 മാട്രിക്സ് ആയിരിക്കും നമ്മുടെ V ട്രാൻസ്പോസ്. ഇങ്ങനെ മൂന്ന് മാട്രിക്സസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡികമ്പോസ് ചെയ്യാൻ പറ്റുമെന്നാണ് സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെ അത് ഡയമെൻഷനാലിറ്റി റിഡക്ഷനിലേക്ക് എത്തുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ദെൻ ബൈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് SVD എന്ന് പറഞ്ഞാൽ, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ നമ്മൾ നമുക്കറിയാം കീ കൺസെപ്റ്റ് ഡാറ്റ കംപ്രഷൻ, നോയ്സ് റിഡക്ഷൻ, ഫാസ്റ്റർ കമ്പ്യൂട്ടേഷൻ ഇൻ ML മോഡൽസ്, വിഷ്വലൈസേഷൻ ഓഫ് ഹൈ ഡയമെൻഷണൽ ഡാറ്റ. ഇതിലൊക്കെയാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഉപയോഗിക്കുന്നത്. അഥവാ നമ്മുടെ കയ്യിൽ വലിയൊരു ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ ഒന്നുകിൽ ഫ്യൂവർ ഡയമെൻഷൻ ആക്കിയിട്ട് അതിനെ മാറ്റും, ഒന്നുകിൽ ഇപ്പോൾ 2D നെ 1D ആക്കി മാറ്റാം, അല്ലെങ്കിൽ 2D എന്നുള്ളത് ഫീച്ചേഴ്സ് അതേ സെയിം പ്രിസർവ് ചെയ്തിട്ട് അതിന്റെ വാല്യൂവിന് നമുക്ക് മാറ്റം വരുത്തിയിട്ട് നമ്മുടെ മെയിൻ ഇൻഫർമേഷൻ ആയ വാരിയൻസിനെയൊക്കെ പ്രിസർവ് ചെയ്തിട്ട് തന്നെ നമുക്ക് അതിനെ ഫ്യൂവർ ഡയമെൻഷനിലേക്ക്, ഫ്യൂവർ വാല്യൂയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ഇസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. സോ SVD നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, SVD വെച്ചിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുമ്പം, ആ 3 മാട്രിക്സസ് കണ്ടുപിടിക്കുമ്പോൾ അത് ഡയമെൻഷനാലിറ്റി റിഡക്ഷനിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് SVD വെച്ചിട്ട് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാം, റീകൺസ്ട്രക്ടിങ് ദ ഒറിജിനൽ ഡാറ്റ. അപ്രോക്സിമേറ്റ് ആയിട്ട് വേറൊരു അപ്രോക്സിമേറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം 3/3 മാട്രിക്സ് ആണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പൊ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നതും അപ്പൊ 3/3 മാട്രിക്സ് തന്നെ ആയിരിക്കും. അഥവാ ഡയമെൻഷൻസ് നമ്മളെ കോളം വൈസ് നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻസ് കുറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഡയമെൻഷൻ കുറഞ്ഞ ആ ഒരു എഫക്ട് തന്നെ നമുക്ക് വേറെ ഒരു അപ്രോക്സിമേറ്റ് മാട്രിക്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഒറിജിനൽ യൂസ് ചെയ്യുന്നതിന് പകരം ഈ അപ്രോക്സിമേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കംപ്രസ്ഡ് വേർഷൻ ഓഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നമുക്ക് SVD ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അഥവാ UK, സിഗ്മ K, VK ട്രാൻസ്പോസ് അങ്ങനെയാണ് ഫാക്ടർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു K എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം ആണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതുതായിട്ട്. നമ്മൾ അതിന് കംപ്രസ്ഡ് അപ്രോക്സിമേഷനിലേക്ക് കൊണ്ടുവരികയാണ്.
സെയിം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് തന്നെയായിരിക്കും ഉണ്ടാവുക എനിവേ, എന്നാലും അതൊരു കംപ്രസ്ഡ് അപ്രോക്സിമേഷൻ ഓഫ് എ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് നമുക്ക് 2 കോളം ഉണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടന്റും 2 കോളം തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു കോളം, ആ ഒരു അപ്രോക്സിമേറ്റ് മാട്രിക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പ് കെ സിംഗുലർ വാല്യൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിഗ്മയില് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ഫാക്ടറൈസ് ചെയ്തതാണ്, യു കണ്ടുപിടിച്ചു. നമ്മുടെ ഒറിജിനൽ മാട്രിക്സ് എം ഓർ എ 5x5 മാട്രിക്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ യു കണ്ടുപിടിച്ചു. യു ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് 5x5 ആയിരിക്കും. കോളംസും റോയും സെയിം ആയതുകൊണ്ട് എല്ലാം 5x5 തന്നെ ആയിരിക്കും. സിഗ്മ 5x5 ആണ്, വി ട്രാൻസ്പോസ് 5x5 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഒരു കെ എന്ന് പറഞ്ഞ വാല്യൂ ആണ്. നമുക്ക് കെ എത്ര വേണം, നമുക്ക് എത്രത്തോളം അതിനെ കംപ്രസ് ചെയ്യണം എന്നുള്ള രീതിയിൽ കെനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ കെ 2 ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് യുടെ 2 കോളം എടുക്കും. ഓക്കെ, ഇവിടെ സിഗ്മയിലുള്ള 2 കോളം, സിഗ്മയിലുള്ള 2 സിംഗുലർ വാല്യൂ ആണ് എടുക്കുക. അപ്പോൾ നമ്മുടെ മാട്രിക്സ് ഇതായിരിക്കും. അഥവാ നമ്മൾ സിംഗുലർ വാല്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഡിക്രീസിങ് ഓർഡറിലായിരിക്കും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക. അപ്പൊ അതിലെ ഈ ഒരു പോർഷൻ മാത്രം, അഥവാ ഇത് എത്രയാണ് 2x2 മാട്രിക്സ് അല്ലേ, അത് മാത്രം എടുക്കുക. ഇവിടെ 5x2 അഥവാ 5 റോസ് 2 കോളം, ഇവിടെ 2x2 ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ 2x5 ആയിരിക്കും എടുക്കുക. 2x5 അഥവാ 2 റോ ഉണ്ടാവുള്ളൂ, 5 കോളത്തിന്റെയും വാല്യൂ ഉണ്ടാവും. ഈ രീതിയിൽ നമ്മൾക്കൊരു കെ വെച്ചിട്ട് കുറച്ച് പോർഷന് മാത്രം ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത പോർഷനാണിത്. ഇത് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ 5x2 ആണ് പുതിയത്, സിഗ്മ 2x2 എടുത്തു, വി ട്രാൻസ്പോസ് 2x5. അപ്പൊ ഇതൊന്ന് ചെയ്യുമ്പോൾ നോക്കി നോക്കൂ, നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടുന്ന എന്തായിരിക്കും, 5x2 × 2x5 ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടന്റ് മാട്രിക്സ് എന്തായിരിക്കും, 5x2 ആയിരിക്കും. അതിന് വീണ്ടും വി ട്രാൻസ്പോസ് ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് മാട്രിക്സ് എന്ത് കിട്ടും, 5x5 കിട്ടും അല്ലെ. അപ്പോൾ നമ്മൾക്ക് എ ഓർ എമ്മിന്റെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വേറെ ഒരു 5x5 മാട്രിക്സ് നമുക്ക് കിട്ടും. നമുക്ക് ഒറിജിനൽ മാട്രിക്സിന് പകരം ഈ മാട്രിക്സ് യൂസ് ചെയ്യാം. ഫിയർ ഡൈമെൻഷൻ എന്ന് നമുക്ക് പറയാം, പക്ഷെ നമ്പർ ഓഫ് കോളംസിന്റെ ബേസിലല്ല, ആ ഒരു വാല്യൂയുടെ ബേസിൽ. ഇപ്പൊ നമ്മൾക്ക് വേറൊരു രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ, നമ്മളെ കയ്യിൽ ഇപ്പോ 2D ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഓരോ പോയിന്റ് ഇങ്ങനെ ഓരോ പോയിന്റ് ഉണ്ട് കുറേത്. അപ്പൊ ഇതെന്ത് ഡയറക്ഷനാണ്, ഇപ്പൊ എക്സും വൈയും ഉണ്ട്. ഇതിപ്പോ 2 ഡയമെൻഷണൽ ഡാറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ. അപ്പൊ ഇത് നമ്മൾക്ക് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ ഈ ഡാറ്റ മൊത്തം ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിടക്കുന്നത് എങ്കിലും ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ഇതിനെ ഫ്യൂവർ ആക്കിയിട്ട് ഇതിനെ കംപ്രസ് ചെയ്തിട്ട് ഇതിനൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1 ഡയമെൻഷണൽ ഫിഗർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്തൂടെ. പക്ഷെ ആക്ച്വൽ ഡാറ്റ തന്നെയാണ്, നമ്മൾ ആ ഡാറ്റയെ കംപ്രസ് ചെയ്തപ്പോൾ അതിനെ 1 ഡയമെൻഷനിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇറ്റ് ഈസ് എ 1 ഡയമെൻഷണൽ ഡാറ്റ എന്ന് പറയാം. പക്ഷെ ആ ഡാറ്റ കിടക്കുന്നത് ഇപ്പൊ ഇവിടെ ഇപ്പൊ വാല്യൂ കിടക്കുന്നത് എക്സ് കോമ വൈ അല്ലേ, അഥവാ 2 വാല്യൂ ഉണ്ട്. ഈ ഓരോ ലൈനിലും എക്സും വൈയും ഉണ്ടെങ്കിലും അത് അറ്റ് എ ടൈം നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ രീതിയിൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ലോവർ ഡയമെൻഷനിൽ തന്നെ, അഥവാ എനിക്ക് 3 കോളമുള്ള 3 ഡയമെൻഷനുള്ള ഡാറ്റയെ എനിക്ക് 1 ഡയമെൻഷനിലേക്ക് 2 ഡയമെൻഷനിലേക്ക് തന്നെ കുറയ്ക്കണം, അഥവാ നമ്പർ ഓഫ് കോളംസ് തന്നെ എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ദെൻ ഓൾസോ വി ക്യാൻ യൂസ് SVD, റെപ്രസെന്റിംഗ് ഡാറ്റ ഇൻ എ ലോവർ ഡയമെൻഷൻ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് എ അപ്രോക്സിമേറ്റിന് പകരം ഒരു Z എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയൊരു മാട്രിക്സ് കണ്ടുപിടിക്കുകയാണ്. അത് m/k ആയിരിക്കും അതിന്റെ ഓർഡർ. ആ ബേസിൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിരിക്കുന്ന VK ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു എലമെന്റിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോഴും വല്ലാതെ നമ്മുടെ വാല്യൂയുടെ ആ വാരിയൻസ് ലെവലോ അല്ലെങ്കിൽ അതിന്റെ ഡിസ്പേർഷനെയോ ബാധിക്കാത്തത് കാരണം ഇറ്റ് ഈസ് ഓൾസോ ഓക്കെ. വി ആർ കംപ്രസിംഗ് ഇറ്റ് ഇൻ ടു എ ലോവർ ഡയമെൻഷൻ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അപ്പൊ എന്തായി മാറും, Z = UK × σk. അപ്പൊ നമ്മൾ ഇവിടെ ഒരു K = 2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മാട്രിക്സ് ഇപ്പൊ 4/3 ആണ് നമ്മുടെ ഒറിജിനൽ മാട്രിക്സ് എന്ന് വിചാരിക്കും. A 4/3 ആണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 4/2 ആയിരിക്കും. അപ്പൊ 4/2 എന്ന് പറയുമ്പോൾ
മൂന്ന് കോളമുള്ള ഒരു ഡാറ്റ ആയിരുന്നു, മാട്രിക്സ് ആയിരുന്നു. അത് 2 കോളമുള്ള ഒരു മാട്രിക്സിലേക്ക് നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ രീതിയിൽ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് റോസ് ആണ് എമൗണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് എത്രയിലേക്ക് റെഡ്യൂസ് ചെയ്യണം എന്നതാണ് കെ നമ്പർ നമുക്ക് തരുന്നത്. ആ 2 രീതിയിൽ നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷന് വേണ്ടിയിട്ട് SVD ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾക്ക് ആ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയിട്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഇവിടെ നമ്മുടെ ഡാറ്റാ സെറ്റിൽ 3 റോയും 2 കോളമാണുള്ളത്. അഥവാ ഇറ്റ് ഈസ് എ 3/2 മാട്രിക്സ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വി ആർ ഗെറ്റിംഗ് എ അപ്രോക്സിമേറ്റ് വിത്ത് 3/2 മാട്രിക്സ്, ബട്ട് ഇറ്റ് ഈസ് ഇൻ എ ലോവർ ഡയമെൻഷൻ പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾക്ക് 2 ഫീച്ചേഴ്സിനെ 2 ഫീച്ചറായിട്ട് ചെയ്യാനും പറ്റും. ആ 2 ഫീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഡയമെൻഷനാലിറ്റി റിഡക്ഷനും ചെയ്യാൻ പറ്റും. രണ്ടും ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ എ ഡീകമ്പോസ് ചെയ്തു. SVD നമ്മുടെ എനെ ഡീകമ്പോസ് ചെയ്തു. നമ്മുടെ എ പിറകിലുള്ളതാണ് കേട്ടോ, 241300. അതിനെ ഡീകമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് യു ഈ ഒരു മാട്രിക്സ് കിട്ടി, സിഗ്മ ഈ ഒരു മാട്രിക്സ് കിട്ടി, VT ഈ ഒരു മാട്രിക്സും കിട്ടി. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാല്യൂവിന് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ 1 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കെ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? യുടെ ഫസ്റ്റ് കോളം മാത്രം എടുക്കും, സിഗ്മയില് ഫസ്റ്റ് ഒരൊറ്റ വാല്യൂ മാത്രം എടുക്കും, ഇവിടെ ഒരു ഫസ്റ്റ് റോ മാത്രം എടുക്കും. അപ്പൊ നമ്മുടെ സിഗ്മ 1 U1 V1 ട്രാൻസ്പോസ് ഇതായിരിക്കും. അപ്പൊ ഇത് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ അപ്രോക്സിമേറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ അത് ഇൻഡു ചെയ്തതാണ്. സോ നമ്മൾ റീകൺസ്ട്രക്ടിങ് എ ടു എ റിഡ്യൂസ്ഡ് ഫോർമാറ്റ്. വി ആർ മൾട്ടിപ്ലൈയിങ് ഫസ്റ്റ് U1 ഇൻഡു സിഗ്മ 1. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്, -4.3 -3.20. ഇനി അതിനെ നമ്മൾ V1 ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദ എ റിഡ്യൂസ്ഡ് ഫൈനൽ റിസൾട്ട്. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഇപ്പൊ എന്താണ്? 3/2 മാട്രിക്സ് തന്നെയാണ്, പക്ഷേ വാല്യൂ കംപ്രസ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഒറിജിനൽ മാട്രിക്സ്. ഒറിജിനൽ മാട്രിക്സ് ഇതാണ്. ഇതും 3/2 ആണ്. കിട്ടുന്ന റിസൾട്ടും 3/2 ആണ്, ബട്ട് ഇറ്റ് ഈസ് reduced version. So this is the first use. ഇനി നമ്മൾ representing the data in a lower dimension. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കും? നമ്മളിപ്പോ k = 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/2 എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റയെ മാട്രിക്സിനെ നമുക്ക് 3/1 ഫോർമാറ്റിൽ വേണം. നമുക്ക് ഒരു കോളം തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ UK എന്തായിരിക്കും? 3/1 ആയിരിക്കും. k എന്തായിരിക്കും? 1/1 ആയിരിക്കും. സിഗ്മ കെ ഈസ് 1/1, UK ഈസ് 3/1. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? V1 ട്രാൻസ്പോസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏരിയ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്രയാണ്? -4.372 -3.2800. സോ ഇറ്റ് ഈസ് എ അപ്രോക്സിമേറ്റ് എ വിത്ത് 1 ഡയമെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് 1D ഫീച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? അതിനെ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, 3 സാമ്പിൾ 3 റോ അല്ലേ ഉള്ളത്, അതിനെ ഒരൊറ്റ ഡയമെൻഷനിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തു. ആ രീതിയിൽ നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷന് വേണ്ടിയിട്ട് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഒറിജിനൽ ഡാറ്റ എ ഉണ്ട്. അപ്പൊ അഥവാ ഫുൾ ഡയമെൻഷൻ ഉണ്ട്. നമ്മളിപ്പോ പറയാൻ പറ്റും 4/3 എന്ന ബേസിൽ, അഥവാ 4 സാമ്പിൾസ് ഉണ്ട്, 4 റോസ് ഉണ്ട്, 3 കോളം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ AK അപ്രോക്സിമേറ്റ് ഡാറ്റ AK കണ്ടുപിടിക്കാം. സെയിം ഷേപ്പ് തന്നെയായിരിക്കും, ബട്ട് കംപ്രസ്ഡ് ഇൻഫോ. അഥവാ A അപ്രോക്സിമേറ്റും 4/3 ഓർഡർ തന്നെയായിരിക്കും ആ മാട്രിക്സും നമുക്ക് കിട്ടുക. ഇനി അല്ല നമുക്ക് റെഡ്യൂസ്ഡ് ഫീച്ചേഴ്സ് ആയിട്ട് വേണമെങ്കിൽ UK ZK എന്നുള്ള രീതിയിൽ K ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് K ഡയമെൻഷണൽ സ്പേസിലേക്ക് അതിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അഥവാ ഒരു 3D ഡാറ്റയെ 1Dയിലേക്കോ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇത്രയും കാര്യമാണ് നമ്മളിപ്പോ നോക്കിയത്. സോ SVD എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ നോക്കി. യു ക്യാൻ ഗോ ടു ദാറ്റ് വീഡിയോ. ആഫ്റ്റർ ദാറ്റ് ഓൺലി യു ഹാവ് ടു കം ഹിയർ. എങ്ങനെയാണ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഡാറ്റാ സയൻസ് ഓർ മെഷീൻ ലേണിംഗ് ഏരിയയിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഫോർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. Okay, hope it is clear now. Thank you.